രണ്ട് കാര്യം. ഒന്ന്, ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതാർത്ഥം. ഇതായിരിക്കണം പ്രതിജ്ഞ. ഇവിടെ മോക്ഷം എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കലാണ്, മുക്തമാക്കുകയാണ്. എവിടെ നിന്ന്? നമ്മുടെ ദൗർബല്യങ്ങളായ ചിന്തകളിൽ നിന്ന്. അത് ദുഃഖമാവാം, വിഷമമാവാം, വേദനയാവാം, ഇല്ലായ്മയാവാം, പലതുമായിരിക്കാം. ഈ ദുർബല ചിന്തകളിൽ നിന്നും ഞാൻ എന്നെ മോചിപ്പിക്കും. ഈ ഭാഗവതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കാപിലിയോപാഖ്യാനം എന്നൊരു ഭാഗം. അപ്പോൾ കാപിലിയോപാഖ്യാനം ഭാഗവതത്തിലെ കപില ഉപാഖ്യാനം. നമ്മൾ ഹിന്ദു സംസ്കൃതി അതിൻ്റെ അടിത്തറയിട്ട ഒരു അവതാരമൂർത്തിയാണ് കപില വാസുദേവൻ. അദ്ദേഹം നമുക്ക് തന്നൊരു ശാസ്ത്രമാണ് കപില സാംഖ്യശാസ്ത്രം. ഇതെല്ലാം നമ്മളെ ഹിന്ദുക്കൾക്കിന്ന് അറിവ് വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ. എന്താണ് ഈ കപിലശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ? ഈ കപിലശാസ്ത്രത്തിലാണ് മനുഷ്യനെക്കുറിച്ചുള്ള സുസൂക്ഷ്മമായ അറിവ്. എന്താണത്? നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയത് വളരെ പരിമിത തലത്തിലാണ്. നമുക്കൊക്കെ ഒരു അഹങ്കാരം, ഞാനെന്നൊരു ഭാവമുണ്ട്. ഈ ഞാനെന്ന ഭാവം പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതെപ്പോഴും ചേർന്ന് നിൽക്കുന്നത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതിനെ ഐഡൻറ്റിഫൈ ചെയ്യും, പിന്നെ ചില സംസ്കാരങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യും, ചില കഴിവുകളെ ഐഡൻറ്റിഫൈ ചെയ്യും, പിന്നെ ചില സ്വഭാവങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യും, ശീലങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യും. ഈ ഒരു ലോകത്തിലാണ് പലരുടെയും ഞാനെന്ന വ്യക്തിത്വം നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ഐഡൻറ്റിഫിക്കേഷന് കാരണമായിരിക്കുന്നത് മനസ്സിൽ ഒരു 3 ഗുണങ്ങളുടെ സ്വാധീനമുണ്ടെന്ന് പലരും അറിയുന്നില്ല. ഇതിനെ പറയും സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൽ തമോ ഗുണം ഉള്ള മനസ്സുകൾ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവരുടെ ദൗർബല്യങ്ങളായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് പല കഴിവുകളില്ല തോന്നും, ന്യൂനതകളുള്ള പോലെ തോന്നും. അപ്പോൾ അവർ പറയും, ദൈവം ഞങ്ങളോട് മാത്രം ഒന്നും കാണിക്കുന്നില്ല, തരുന്നില്ല, ദൈവം ഞങ്ങളോടൊരു പാർഷ്യാലിറ്റി കാണിക്കുന്നു, ദൈവം എന്താ ഇങ്ങനൊരു പക്ഷപാതം നമ്മളോട് കാണിക്കുന്നത്, ദൈവം ഞങ്ങളെന്ത് തെറ്റാ ചെയ്തത്. പക്ഷെ അവരറിയുന്നില്ല അവരുടെ ഈ കഴിവുകളൊക്കെ, അവരുടെ സാധ്യതകളൊക്കെ മങ്ങിക്കിടക്കുന്നതിന് കാരണം അവരെ സ്വാധീനിച്ചിരിക്കുന്ന. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പണ്ട് അടുപ്പ് ഉപയോഗിക്കുന്ന കാലത്ത്, കറണ്ടൊക്കെ വന്ന സമയത്ത്, ബൾബ് ഇടുന്ന സമയത്ത് അടുക്കളയിലെ ബൾബിൻ്റെ ലൈറ്റ് എപ്പോഴും നിറം കെട്ടിരിക്കും. കാരണം ഈ പുക കത്തിയ പുകയെല്ലാം കൂടെ ഈ ബൾബിന് ചുറ്റും പിടിച്ച് അപ്പോൾ ഇലക്ട്രിസിറ്റി പറയാണ്, ഇതെന്തൊരു പാർഷ്യാലിറ്റിയാണ് നിങ്ങൾ കാണിക്കുന്നത്, മറ്റു റൂമുകളിലൊക്കെ നല്ല തെളിച്ചം വെളിച്ചം, ഇവിടെ മാത്രം എന്താ, ഞാനെന്താ മങ്ങി കത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടോ മിസ്റ്റർ, അത് നിങ്ങളുടെ പവറിൻ്റെ കുഴപ്പമില്ല, നിങ്ങൾ പ്രകാശിക്കുന്ന പ്രകടമാകുന്ന ആ ഉപാധി അത് ശരിയല്ല. ഇതുപോലെ തമോ ഗുണം ഉള്ള ഒരാളുടെ ഉള്ളിൽ കഴിവുകളുണ്ടെന്ന് അവരൊരിക്കലും അറിയുന്നില്ല. അതുകൊണ്ട് അവർ ന്യൂനതകൾ കാണാണ്, കുറവുകൾ കാണാണ്, അവർ കുറ്റപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ അത് വളരെ കൂടുതലാണ്. ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ അത് വളരെ കൂടുതൽ. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദജി വളരെ ഉദ്ഘോഷിച്ച് പറഞ്ഞ ഉത്തിഷ്ഠത ജാഗ്രത, വെയ്ക്കൻ റൈസ്, സ്റ്റോപ്പ് നോട്ട്, യു ഹാവ് ദ പൊട്ടൻഷ്യൽസ്, നിങ്ങളിലുണ്ട്. അതൊക്കെ നമുക്ക് പണ്ട് കിട്ടിയിരുന്നത് ഗുരുകുലത്തിലൂടെയായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ ഗുരുകുലം പോയിട്ട് കുരുകുലായി മാറി. ഒന്നാമത് സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തന്നെ ശരിയല്ല. ഞാൻ ഇന്നത്തെ വിദ്യാഭ്യാസം അടച്ചുപൂട്ടണമെന്ന് പറയുന്ന ഒരാളാണ്. ആദ്യം വേണ്ട സ്കൂളുകളൊന്നും ഉണ്ടാവരുത്. നമുക്കതിന് പകരം ഈ ക്ഷേത്രങ്ങളിലൊക്കെ വല്ല ഗുരുകുലങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ. കാരണം എന്താ അറിയോ, ചില ചിട്ടകൾ വേണം കുട്ടികൾക്ക്. ഇപ്പം രാവിലെ നേരത്തെ എണീക്കുക, കുറച്ച് ഉപാസന ചെയ്യുക. എന്നാലും പറഞ്ഞില്ലേ, ഗായത്രി മന്ത്രം, കുറച്ച് ഉപാസനയൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള തമോ ഗുണമൊക്കെ മാറും. വാസ്തവത്തിൽ ഈ അമ്പലത്തെ തൊഴുതു പോകുന്നതിന് പകരം ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഉപയോഗിച്ച് നോക്കൂ. കാലത്ത് 5 മണിക്ക് എണീറ്റ് അമ്പലത്തിൽ പോവുക, ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക, ഒരു 10-20 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ തന്നെ തമോ ഗുണം മാറി രജോ. വലിയ ഫിസിക്സാണ് പഠിപ്പിക്കുന്നത്. യു കാൺ ഡിസ്ട്രോയ് എനർജി, ബട്ട് യു ക്യാൻ ട്രാൻസ്ഫോം എനർജി. You need not create energy. It is already there, potential there. ഉള്ളിലുണ്ട്. അതിനെ നമ്മളൊന്ന് എന്ത് ചെയ്താൽ മതി? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഒരു എനർജിയിൽ നിന്നും. അത് തന്നെയാണ് കൃഷ്ണൻ
14-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകത്തിൽ പറഞ്ഞു. അന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഐൻസ്റ്റീൻ ജനിക്കുന്നതിന് മുമ്പ് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഗുണങ്ങളെ നമുക്ക് പരിവർത്തനം വരുത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആരും ഇവരുടെ ദുർബലല്ല, ആരും വീക്കല്ല, ആരും കൊള്ളരുതാത്തവരല്ല, എല്ലാവരും കഴിവുള്ളവരാണ്. പക്ഷെ കഴിവിനെ ഉണർത്തണമെങ്കിൽ നമ്മുടെ ഗുണങ്ങളിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കണം. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഏതാൻ ഗുണാൻ അതീത്യത്രീൻ 14-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറഞ്ഞതാണ് മോഡേൺ ഫിസിക്സിന് എന്ന് പഠിപ്പിക്കാനുള്ള. യു കാൺ ഡിസ്ട്രോയ് എനർജി, കാൺ ക്രിയേറ്റ് എനർജി, ബട്ട് യു ക്യാൻ ട്രാൻസ്ഫോം എനർജി. നിങ്ങൾക്കൊരു എനർജിയെ മറ്റൊരു എനർജിയായി മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാം, പോസിറ്റീവിനെ നിങ്ങൾക്ക് നെഗറ്റീവ് ആക്കാം, എന്ത് വേണമെങ്കിൽ കൺവേർഷൻ നടക്കും. എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ മനസ്സിനെ വേണമെങ്കിൽ ആലസ്യത്തിലും ദുർബലതയിലും കൊണ്ടു നടന്ന് കൊള്ളരുതാത്ത വ്യക്തിയായിട്ട്, ഒരു ശപിക്കപ്പെട്ട വ്യക്തിയായിട്ട് നമുക്ക് ജീവിച്ച് കരിഞ്ഞു പുകഞ്ഞങ്ങോട്ട് തീർക്കാം. മനസ്സിലായില്ലേ? അതൊന്ന്. ഇനി രണ്ടാമത്തതാണ്, മനുഷ്യൻ പലപ്പോഴും കഴിവുകൾ ഉണ്ടെങ്കിലും അത് പലർക്കും കോൺഫിഡൻസ് ഇല്ല. ഇപ്പം നിങ്ങൾക്കൊക്കെ നാരായണീയം ഭാഗവതമൊക്കെ പഠിക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷേ കോൺഫിഡൻസ് ഇല്ല. അതെന്താ വെച്ചാൽ മനസ്സിനെ ഒരിടത്ത് പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റുന്നില്ല. ആ മനസ്സ് വളരെ റെസ്റ്റ്ലെസ് ആണ്, മൈൻഡ് വളരെ ഫ്ലിക്കറിംഗ് ആണ്. അർജുനൻ പറയുന്ന പോലെ ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം. പലതും എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നിലും എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റുന്നില്ല. മനസ്സിലാവുണ്ടല്ലോ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള മൈൻഡ് വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് മൈൻഡ് പോകും. ഒന്ന് ചെയ്യുമ്പോഴേക്കും വേറൊന്നിലേക്ക് വേറൊന്നില്ല. അതുകൊണ്ട് എവിടെയും നേരെയാവില്ല. നിങ്ങൾ നോക്കുക, ഒരു എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോഴേക്കും ഹിന്ദുക്കൾ നേരെയായിട്ടുള്ളവർ വളരെ കുറവാണ്. ഒന്നില്ലെന്ന് ഒന്നിലേക്ക് എവിടെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. സത്യത്തിൽ ആത്മീയത നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ പലരും, നമ്മുടെ കുട്ടികൾ എവിടെ എത്തേണ്ടവരാണെന്നറിയോ? ഇപ്പം തന്നെ നിങ്ങൾ വായിക്കുന്നുണ്ടാവും പത്രത്തിലൊക്കെ, കേരളത്തിൽ വളരെ അഭിമാനമായിട്ടുള്ളൊരു പയ്യനായിരുന്നു ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് തുടങ്ങിയ. 20,000 കോടി ആസ്തിയിലേക്കും പിന്നെ അത് കഴിഞ്ഞ് 40,000 കോടി അങ്ങനെയൊക്കെ കടന്ന് ഇന്നിപ്പം ശമ്പളം കൊടുക്കാനില്ലാതെ കൂപ്പ് കുത്തി താഴെ വീണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്താ കാരണം? പണം അതെവിടെ കൊണ്ട് എങ്ങനെ പോകണം? ഒരു ഗുരുത്വം വേണ്ടേ? ഗുരുത്വമില്ലെങ്കിൽ ഇത് മഹത്വം. അതിനൊരു സമത്വമുള്ളൊരു മൈൻഡ് വേണ്ടേ? ആ സമത്വ ബുദ്ധി ഇല്ലെങ്കിൽ ഗുരുത്വമില്ല. അപ്പം അതിനാണ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി ഈ രജോ ഗുണത്തെ ക്രമേണ ഭഗവാനിലേക്ക് നാമജപങ്ങളിലൂടെ സമർപ്പിച്ച് ഭഗവാന്റെ ഒരു ഗുരുത്വമുള്ളവരാക്കി തീർക്കുമ്പോൾ വേണ്ട ബുദ്ധി വേണ്ട സമയത്ത് ഭഗവാൻ തോന്നിക്കും. പല കാര്യങ്ങളിലുണ്ടല്ലോ ഞാൻ എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ഈ ഞാൻ എന്ന് പറയുന്നതൊക്കെ ചെന്ന് വീഴുന്നത് അപകടത്തിലേക്കാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഭഗവാൻ നമുക്കൊരു വഴി ഒരുക്കിയിട്ടുണ്ടാവും. ആ വഴി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ ഇവിടെ തന്നെ കൃഷ്ണൻജിയുടെയൊക്കെ പാട്ട് എത്രയോ കാലം പാടിയിട്ടുണ്ടാവും. അദ്ദേഹം ഭജനയിലൊക്കെ ധാരാളം ആക്റ്റീവായിരുന്നു അല്ലേ പണ്ട്. പക്ഷേ ഗുരുവായൂർ ഏകാദശി തൊഴുവാൻ ഞാൻ പോകുമ്പോൾ അതങ്ങോട്ട് വൈറലായിട്ട് അങ്ങോട്ട് കയറിപ്പിടിച്ച് ജനങ്ങൾക്കത് വളരെയധികം ആസ്വാദ്യത തോന്നി. അതിൽ 2 കാര്യമാണ്. അദ്ദേഹം ഒന്ന് കുചേലഭാവത്തിൽ ആ പച്ചക്കറി നുറുക്കുന്നതും പിന്നെ ആ പാട്ടും എല്ലാം കൂടി ഇപ്പോൾ ജനങ്ങൾക്കത് കയ്യിലെടുത്തു. ജനങ്ങൾ അദ്ദേഹത്തിനെ വളരെ ഒരു ബഹുമാനത്തോടുകൂടി കാണാൻ തുടങ്ങി. കാരണം ആ നിറഞ്ഞ ഭക്തിയിൽ അദ്ദേഹം അത് പാടുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഇപ്പം നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സമർപ്പണം വരുമ്പോണ്ടല്ലോ, ഭഗവാൻ എവിടെ കൊണ്ടെത്തിക്കും നമ്മൾ പറയാൻ പറ്റില്ല, അത്ര പിടിച്ചുയർത്തും. അപ്പം അതിനെന്ത് വേണം? ആ ഞാനെന്ന ഒരു അഹങ്കാരത്തെ, ഭാവത്തെ അത് വിടാനുള്ള ഒരു പരിശീലനം. ഈ ഞാനെന്നത് കൊണ്ട് നടന്ന് അത് പലതും നമ്മളെ തോന്നിപ്പിച്ച്, അതാണ് ഇന്ന് കേരളത്തിൻ്റെ യുവത്വത്തിന് പറ്റിയ ഏറ്റവും വലിയ ഡേഞ്ചറസ്. ഈ ഞാനെന്ന ഭാവം മുറുകെ പിടിച്ച്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു പോലീസ് ഓഫീസർ ഞാനെന്ന ഭാവത്തിൽ വെറുതെ പൂരം കൊളാക്കാൻ പോയതാ. ഇപ്പം തൃശ്ശൂരിൽ നിന്ന് കെട്ടേണ്ടി വന്നു ആ മനുഷ്യന്. ഇനിയിപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അയാളുടെ IPS കൊളാക്കി കൊടുത്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ? കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളാണ് IPS ഉദ്യോഗസ്ഥന്മാർ. ഇവർക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നവരാണ്. നാളെ അവർക്ക് CBIയിലേക്ക് പോകാൻ മറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. ഈ മനുഷ്യനെ വല്ലതിലേക്ക് എടുക്കും അവർ. കാരണം ബാഡ് മാർക്ക് കൊണ്ടു. ഇത്രയും ജനങ്ങളെ ഡിസ്റ്റർബ് ചെയ്തു, ഫെസ്റ്റിവൽ ഡിസ്റ്റർബ് ചെയ്തു, ജനങ്ങളെ മുഴുവൻ ഡിസ്റ്റർബ് ചെയ്തു, വളരെ നെഗറ്റീവ് മാർക്ക് അടിച്ചു മനുഷ്യന്.
അപ്പോൾ നോക്കൂ നിങ്ങൾ, വല്ല കാര്യമുണ്ടോ? IPS കിട്ടാൻ എത്ര കഷ്ടപ്പെട്ടു. ഒന്ന് വായിൽ നിന്ന് പോയി പെരുമാറ്റത്തിലൊരു വീഴ്ച വന്നു. ഗുരുത്വമില്ലെങ്കിൽ, അതും അമ്പലത്തിൽ വടക്കുന്നാഥൻ്റെ മുന്നിൽ ഗുരുത്വം ഉണ്ടാവണമെങ്കിൽ മനസ്സിനെ ഭഗവാനിൽ സമർപ്പിക്കണം. അത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഇതിലേക്കൊക്കെ ഒന്ന് കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും ഒന്ന് പ്രചരിപ്പിക്കണം. എന്താണ്? മനസ്സ് സമർപ്പിക്കുന്നിടത്താണ്, നാമജപാദികളിൽ മനസ്സ് സമർപ്പിക്കുന്നിടത്താണ് ഒരു ഗുരുത്വം ജീവിതത്തിൽ ഉണ്ടാവുക. അതല്ലേ പൂന്താനം നോക്കൂ, പറഞ്ഞ വരികൾ നോക്കൂ. ഗുരുനാഥൻ തൂണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമായി തീരുവാൻ. അതിനാണ് നാമജപത്തിലൂടെ മനസ്സിനെ ഭഗവാനിൽ സമർപ്പിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് മുന്നോട്ടുള്ളൊരു വഴി കാണിച്ചു തരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇത് ഇത്രയും സത്യമാണ്. അപ്പം മൂന്നാമത്തതാണ് മനുഷ്യന് എല്ലാം വരുമ്പോൾ ഞാൻ മാത്രം നന്നായാൽ പോരാ, ഈ ഒരു ഗുണം മറ്റുള്ളവരിലേക്കും കിട്ടണം. അവസരങ്ങളെ വേണ്ട വിധത്തിലുണ്ടല്ലോ പ്രയോജനപ്പെടുത്തുകയും മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഒരു സംസ്കൃതി സമ്പന്നമാവുന്നത്. നമുക്ക് ആദി ശങ്കരാചാര്യസ്വാമികൾ, അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനം കിട്ടി അദ്ദേഹം ഭാരത പര്യടനത്തിന് ഇറങ്ങി പുറപ്പെടുകയാണ്. എന്തിനാണെന്നറിയോ? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോക സംഗ്രഹത്തിന് വേണ്ടിയിട്ട്. എൻ്റെ നാട്ടുകാർക്ക്, എൻ്റെ നാട്ടിലുള്ളവർക്ക് ഈ അറിവ് കിട്ടണം. നടന്ന് അദ്ദേഹം എന്തെല്ലാം അപകടത്തിലൂടെയാണ് കടന്നുപോയത്. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. മനസ്സിലാവുണ്ടല്ലോ, അവരൊക്കെ പ്രചരിപ്പിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, അർജുന, സത്യത്തിൽ എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല, ഒരു ഭാഗത്ത് മിണ്ടാതിരുന്നാൽ മതി. പലരും അതാ പറയുക, ഇനിയിപ്പോൾ റിട്ടയർമെൻ്റ് കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്ത്, മിണ്ടാതൊരു ഭാഗത്തിരുന്നൂടെ. ഈ മിണ്ടാതിരിക്കരുത്. ഭഗവാൻ പറയുന്ന ഒരു വരി, ലോകസംഗ്രഹമേവാപി. എന്താണ്? എനിക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും നന്മ ഒരു ദിവസം ഇവിടുന്ന് ബൈ പറയണ്ടേ? ആ വിചാരേ ഇല്ല, ഒക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. പോകുമ്പോൾ കൊണ്ടുപോകാൻ നോക്കും. പോകുമ്പോൾ ഒരു സാധനം കൊണ്ടുപോവില്ല, പോയേ പറ്റുള്ളൂ. ആണോ? എന്തോന്നും മിണ്ടാത്തത്? പോയല്ലേ പറ്റുള്ളൂ. ഇപ്പം പോകുന്നതിന് മുമ്പ് എന്നെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും നന്മ ഈ സമൂഹത്തിന് ഞാൻ ചെയ്തു പോവും. അങ്ങനെ ഇങ്ങോട്ട് മനസ്സർപ്പിച്ചു നോക്കൂ. ഒരു സമൂഹത്തിനുണ്ടാകുന്ന ഒരു പരിവർത്തനം, അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ? നമ്മുടെ പൂർവികന്മാർ അക്ഷീണം പ്രവർത്തിച്ച്, സ്വാമി വിവേകാനന്ദനൊക്കെ കഷ്ടപ്പെട്ട്, എത്ര ഗുരുക്കന്മാർ, സ്വാമി ചിന്മയാനന്ദജി, അദ്ദേഹത്തിൻ്റെ ഹാർട്ട് 3 പ്രാവശ്യം തുറന്നത്. അവസാനം ഡോക്ടർമാർ കാല് പിടിച്ചു പറഞ്ഞു, സ്വാമിജി ഇനി നിർത്തണം ഈ പരിപാടിയെന്ന്. സ്വാമിജി പറഞ്ഞു, ഒരു മരണമേ എനിക്കുള്ളൂ, അത് ഗീത പറഞ്ഞിട്ടേ ഞാൻ മരിക്കുള്ളൂ. ഹാർട്ട് നിൽക്കുമെന്നൊന്നും എനിക്കറിയില്ല, ഹാർട്ടിനെ കുറിച്ച് ഞാൻ പറയില്ല, ഗീത പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മരിക്കും. ഇതുപോലെ അബ്ദുൽ കലാം സാർ, അദ്ദേഹം പറഞ്ഞു, ഒരു മരണമേ ഉള്ളൂ, അതെൻ്റെ കർമ്മപഥത്തിൽ മുഴുകിക്കൊണ്ട് ഞാൻ മരിക്കും, കടന്നു മരിക്കില്ല. ലോകത്തിന് നന്മ ചെയ്തുകൊണ്ട്, സമൂഹത്തിന് നന്മ. എനിക്ക് തോന്നുന്നു നമ്മളുണ്ടല്ലോ, ഹിന്ദുക്കൾ ഈ കാര്യത്തിൽ ഇറങ്ങിപ്പെട്ടാൽ 90% ദുഃഖവും തീരും. ഈ ദുഃഖം ആർക്കാ ഉള്ളത് അറിയോ? പിടിച്ചു വെച്ച് എന്ന് പറഞ്ഞിരിക്കുക. അവനവൻ്റെ കൊച്ചു ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരുന്നിട്ട് സങ്കടങ്ങൾ, ഇനിയിപ്പോൾ സങ്കടം ഇല്ലെങ്കിലും സങ്കടം ഉണ്ടാക്കുകയാണ് ഓരോരുത്തർ. മനസ്സിലായില്ലേ? പണ്ടൊരു കഥ പറയും, തമാശയായിട്ട് പറയുന്ന ഒരു കഥയാണ്. ഒരു ചെറുപ്പക്കാരൻ വളരെ ദുഃഖിയായിട്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ അവൻ്റെ അമ്മ മരിച്ചു, അച്ഛൻ നേരത്തെ മരിച്ചു, അപ്പോൾ ഒറ്റപ്പെട്ടു. അപ്പം ഇവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ വലിയൊരു മഹാനായിട്ടുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, കുട്ടി നീ ഭാഗ്യവാനാണ്, പല കാര്യത്തിലും നിനക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്, സമ്മതിച്ചു, അതിപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇവൻ്റെ മുത്തശ്ശൻ ആ നാട്ടിൽ വലിയ സമ്പത്തുള്ള ഒരാളായിരുന്നു. മുത്തശ്ശൻ്റെ സ്വത്ത് മുഴുവൻ ഇവൻ്റെ അമ്മയ്ക്ക് അവകാശം, അമ്മയുടെ അച്ഛൻ വലിയ പ്രമാണിയായിരുന്നു. അപ്പോൾ അതൊക്കെ നിൻ്റെ അമ്മയ്ക്ക്, അമ്മ ഒരൊറ്റ മകനാണ് കിട്ടി. പിന്നീട് മുത്തശ്ശനൊക്കെ മരിച്ചു. പിന്നീട് നിൻ്റെ അച്ഛനും അമ്മയായിട്ട് ഒരു മകനേ ഉള്ളൂ. അപ്പം നിനക്ക് ആ സ്വത്തൊക്കെ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടി. പിന്നെ അമ്മ മരിച്ചു, ശരിയാ, അച്ഛൻ മരിച്ചു. അപ്പോൾ അമ്മയുടെ കയ്യിലാണ് ആ സ്വത്ത്. പിന്നെ അമ്മയും മരിച്ചു. ഇപ്പം ആ സ്വത്തൊക്കെ ആരും നഷ്ടപ്പെടുത്തിയില്ലേ, നിനക്കതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും സമ്പത്തിൻ്റെ ഉടമയായ നീ ഒരു കാര്യം ചെയ്യൂ,
നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ട് ജീവിക്കുക. എനിക്ക് ഒരുപാട് അച്ഛനെയും അമ്മയും ഒക്കെ സമൂഹത്തിൽ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഉപദേശിച്ചപ്പം ഇവൻ പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ അവരൊന്നും മരിച്ചേ ഉള്ള സങ്കടമല്ല, പിന്നെ ഇനി ആരും എനിക്കൊന്നും തരാനില്ലല്ലോ എന്നുള്ളത്. അപ്പം ഇതുവരെ കിട്ടിയത് അതല്ല, ഇനി ആരും എനിക്കൊന്നും തരാനില്ലല്ലോ എന്നുള്ളതാണ് സങ്കടം. ഈ നാട് നന്നാവുമോ? നമ്മളെ കേരളത്തിൻ്റെ സ്വഭാവം അതാണത്. എത്ര ഇവിടെ എന്തൊക്കെ റിസോഴ്സ് ഉണ്ട് നല്ല നോക്കുന്നത്, എങ്ങനെ മറ്റുള്ളവർ ഉപദ്രവിച്ച് ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതാണ് കേരളം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു പണി ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണോ നല്ല കാര്യങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട്, സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അങ്ങനെ സത്സംഗമായി. സത്സംഗം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കാര്യം ചെയ്യരുത്. നല്ല കാര്യങ്ങളൊക്കെ ആരുടെ കൂടെ ചെയ്യുന്നു അതൊക്കെ എന്താണ്? സത്സംഗമാണ്. നമ്മളങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായ മനസ്സോടുകൂടി പോവുകയാണെങ്കിൽ നമ്മുടെ വിഷമങ്ങളും മാറും, നമ്മുടെ ദുഃഖങ്ങൾ മാറും, മറ്റുള്ളവരുടെ ദുഃഖവും മാറും. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു മുദ്രാവാക്യമായി കൊണ്ട് നടക്കുക. രണ്ട് കാര്യം ശങ്കരാചാര്യസ്വാമികളുടെ വരികൾ വാക്ക് കടമെടുക്കുകയാണ്. ഒന്ന്, ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതാർത്ഥം. ഇതായിരിക്കണം പ്രതിജ്ഞ. എന്താണ്? എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക വാക്ക്. ആത്മനോ മോക്ഷാർത്ഥം. പറയൂ. മോക്ഷാർത്ഥം, ജഗദ്ഹിതാർത്ഥം. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതാണ്. ആത്മനോ മോക്ഷാർത്ഥം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്ന വാക്കിന് ചത്തിട്ട് എവിടെയോ പോകലല്ല. അത് നമുക്കങ്ങനെ ചത്തിട്ട് സ്വർഗത്തിൽ പോകാനൊന്നുമില്ല. ഇവിടെ മോക്ഷം എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കലാണ്, മുക്തമാക്കുകയാണ്. എവിടെ നിന്ന്? നമ്മുടെ ദൗർബല്യങ്ങളായ ചിന്തകളിൽ നിന്ന്. അത് ദുഃഖമാവാം, വിഷമമാവാം, വേദനയാവാം, ഇല്ലായ്മയാവാം, പലതുമായിരിക്കാം. ഈ ദുർബല ചിന്തകളിൽ നിന്നും ഞാൻ എന്നെ മോചിപ്പിക്കും. അതിനാണ് നേരത്തെ പറഞ്ഞ ഈ തമോ ഗുണത്തിൽ നിന്നും പുറത്ത് കിടക്കുക, രജോ ഗുണത്തിൽ നിന്നും പുറത്ത് കിടക്കുക. അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളിൽ മുഴുകി അവസാനം എനിക്ക് കിട്ടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു സമ്പത്തിനെ ഞാൻ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോവാൻ സാധിച്ചാലുണ്ടല്ലോ, ജീവിതം കടന്നു പോകുന്നതറിയില്ല, ദുഃഖിച്ചിരിക്കാൻ സമയമുണ്ടാവില്ല, നിങ്ങൾക്കൊരു വിഷമങ്ങളും നിങ്ങളുടെ മേലെ പറ്റുകയില്ല. ജീവിതം അത്ര സുന്ദരമാക്കി തീർക്കാം. സത്യത്തിൽ ജീവിതം സുന്ദരമാക്കാനുള്ള വിദ്യയുണ്ട്. പക്ഷേ പലരും ഒരന്ധഭക്തിയിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദുഃഖം മാറ്റണേ, ദുഃഖം മാറ്റണേ എന്ന്. മനസ്സിലാവുണ്ടല്ലോ, ഭഗവാൻ ജീവനോടുകൂടി ഇരുന്നെങ്കിൽ 2 തരുമായിരുന്നു. കാരണം ആർക്കാ ഇവിടെ ദുഃഖമില്ലാത്തത്? ആർക്കാ ദുഃഖമില്ലാത്തത്? ഭഗവാൻ കൃഷ്ണൻ എന്താ ദുഃഖമില്ലേ? പ്രസവിച്ച ഉടനെ തന്നെ വീട്ടിൽ നിന്ന് മാറ്റപ്പെട്ട ആളാണ്. രാമൻ എന്താ ദുഃഖമില്ലേ? രാമൻ അവസാനം അദ്ദേഹത്തിൻ്റെ ആദ്യകാലം അവസാനമൊക്കെ നോക്കൂ. ഒന്ന് മഹർഷിയുടെ യാഗശാല രക്ഷിക്കാൻ വേണ്ടി, യാഗം രക്ഷിക്കാൻ വേണ്ടി പോയത്, അവിടെ നിന്ന് പെണ്ണ് കെട്ടേണ്ടി വന്നു. ഒരു വില്ലൊടിച്ചതിൻ്റെ പേരിൽ രാമന് പെണ്ണ് കെട്ടേണ്ടി വന്നു. ഉണ്ടോ ഇല്ലയോ? സീത സുന്ദരി ആയതുകൊണ്ട് നന്നായി. സീത സുന്ദരി അല്ലെങ്കിലോ? സീത സുന്ദരി ആയതുകൊണ്ട് നന്നായി. സീത സുന്ദരി അല്ലായിരുന്നെങ്കിലോ? പെട്ടുപോയില്ലേ രാമൻ? പക്ഷേ നമ്മൾ കഥ പറയുമ്പോൾ അങ്ങനെയാണ്. ഭഗവാന്റെ അംശമാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തിയാണ്. ഈ തരത്തിൽ അത് കഴിഞ്ഞ് രാമന് ചോയ്സ് ഇല്ല, വില്ല് പൊട്ടിച്ചു, കല്യാണം കഴിച്ചു, ആണോ? അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നപ്പോഴേക്കും ഇതാ ഇവിടെ തന്നെ കുരുട്ട് ബുദ്ധിയൊക്കെയായിട്ട് രാമനെ പിടിച്ച് പുറത്താക്കി. എന്നാൽ രാമൻ വിചാരിച്ച് ഒറ്റയ്ക്ക് പോവാന്ന്. സീത വിട്ടുവോ? ടെൻഷനായോ? ഭാര്യയും കൊണ്ട് പോകല് ടെൻഷനായോ? ഒരുവിധം ടെൻഷനായി. പിന്നെ അത് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കടന്നാൽ മതി. സീതയും കൊണ്ടുപോകുമ്പോൾ അങ്ങനെ കിടക്കാൻ പറ്റുമോ? അതിന് പ്രൊട്ടക്ഷൻ വേണം. അതൊക്കെ കഴിഞ്ഞ് സീത മാൻ്റെ പിന്നാലെ ചാടി രാമനെ പറഞ്ഞയച്ചു. കേരളക്കാരനല്ലാത്തത് രാമൻ നന്നായി. കേരളക്കാരനാണെങ്കിൽ ആ മാൻ ഒരിക്കലും പിടിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് രാമൻ മാനിൻ്റെ പിന്നാലെ പോയി രാവണൻ സീതയും കൊണ്ട് പോവുകയും ചെയ്തു. അതോടുകൂടി പിന്നെ പ്രശ്നങ്ങൾ. പിന്നെ സീതയെ വീണ്ടെടുക്കുമ്പോൾ തലവേദന, കൊണ്ടുവന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് ഗർഭിണിയായപ്പോഴേക്കും വീണ്ടും എന്തിനേറെ സീത ഗർഭിണിയായിരിക്കുമ്പോൾ പോയി കാണാൻ പോലും രാമന് പറ്റിയിട്ടില്ല. ഒരുപക്ഷെ സങ്കടം ആരോട് പറയും? വേദന ആരോട് പറയും? പക്ഷെ അവരൊന്നും വേദനിച്ച് കരഞ്ഞിരുന്ന ചരിത്രങ്ങളൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. കൃഷ്ണൻ എന്താ സങ്കടം ഉണ്ടാവില്ലേ? അമ്മ പ്രസവിച്ച ഉടനെ അമ്മയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഉണ്ടോ? നോക്കൂ, വളർത്തമ്മ ഒരു 14 വർഷം വളർത്തിയ യശോദയെ വിട്ട്
പിന്നെ മധുരയിലെത്തുന്ന കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോവാത്തൊരനുഭവമുണ്ട്. കൃഷ്ണനും കരഞ്ഞിട്ടുണ്ടാവില്ല, ആ വേദന ഉണ്ടായിട്ടുണ്ടാവില്ല. എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഉണ്ടാവില്ലയോ? 14 വർഷം. അപ്പം നമ്മളൊരിപ്പോൾ ആരുടെങ്കിലും ബന്ധു വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം വെക്കേഷനിൽ താമസിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു വേദന ഉണ്ടാവുമോ? അവരുടെ എല്ലാവരുടെയും കൂടെ കളിച്ച് ചിരിച്ച്, മധുരയിലാണെങ്കിൽ ഒരുത്തൻ്റെ കൂടെ കളിക്കാനും ഇല്ല. മനസ്സിലായില്ലേ? മധുരയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഭാഗവത സപ്താഹത്തിൽ വരുന്നവരുടെ പ്രായമാണ്. മറ്റതെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ കുട്ടികളുടെയൊക്കെ ഒരു പ്രായമാണ്. കളിക്കാനും ചിരിക്കാനും പാടാനും ആടാനും ഒക്കെ ആൾക്കാരുണ്ട്. ഈ തരത്തിലുള്ള ഒരു വൃന്ദാവനത്തിൽ നിന്ന് വിടുമ്പോൾ കൃഷ്ണന് വേദന ഉണ്ടാവില്ലേ? ഉണ്ടാവുകയില്ലയോ? അപ്പം വേദനകൾ പറയാനല്ല കൃഷ്ണൻ്റെ അടുത്ത് പോവേണ്ടത്. വേദന ഇല്ല, വാസ്തവത്തിൽ വേദനയുണ്ടോ? മുട്ടുന്നുണ്ട് സ്വാമി. ജീവിതത്തിൽ വേദനയുണ്ടോ? ആരെങ്കിലും വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും കുരുട്ടു ബുദ്ധിയുള്ളവർക്ക് വേദനയുണ്ട്. കാരണം വേദന ഇല്ലാത്തവരാരാണ്? അപ്പം ഞാനിങ്ങനെ കുറേ നേരം ഇരുന്ന നട്ടിലിൻ്റെ വേദന വരും. നടുവ് ആർക്കാ വേദന വരാത്തത്? കുറേ നേരം ഇരിക്കുമ്പോൾ ആർക്കായാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ചൂടത്തിരിക്കൽ പരമാനന്ദാണ് അപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. ആർക്കാണത് ഒരു സന്തോഷം ഉണ്ടാക്കുന്നത്? പക്ഷേ ഇതൊന്നും നമ്മളെ അലട്ടാതിരിക്കണമെങ്കിൽ മനസ്സിനെ നമ്മൾ നല്ല കാര്യത്തിൽ കൊണ്ടുവന്ന് അതിനെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്തുകൊണ്ട് പോകുന്നവർക്ക് യാതൊരു വേദനയില്ല. അവരെന്താ ഭഗവാനോട് പറയാന്നറിയോ? ഇനിയും ഇനിയും എന്നെ അങ്ങോട്ട് ഉപയോഗിച്ചോളൂ ഭഗവാനെ. എന്താ വെച്ചാൽ എന്നെ ഉപയോഗിച്ചോളൂ. ഞാൻ മരിക്കുന്നത് വരെ ദാസന്റെ ദാസനായി ഞാൻ എൻ്റെ ജീവിതം. അതല്ലേ ശരി? ഏതാണ് ശരി? പ്രാർത്ഥിക്കുന്നതാണോ ശരി? ഭഗവാന്റെ ദാസനായി പ്രവർത്തിക്കുന്നതാണോ ശരി? നിങ്ങൾ പറയൂ, ഏതാ ശരി? പ്രാർത്ഥിക്കുന്നതാണോ ശരി? അതാപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതാണോ ശരി? ദാസനായി പ്രവർത്തിക്കുന്നതാണോ ശരി? ഉറക്കെ പറയൂ. എത്ര പേര് അങ്ങനെ ജീവിക്കുന്നവരുണ്ട്? ഒന്ന് പറയുന്ന കൈപ്പോ. നോണ പറയരുതേ. ഞാനൊരു ഭഗവാന്റെ ദാസനെ, ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നാട്ടുകാരോട് പറയില്ല ഞാൻ ഭഗവാന്റെ ദാസനാണെന്ന്. എൻ്റെ പേര് കൃഷ്ണദാസൻ എന്നാണ്, അതുകൊണ്ട് ഞാൻ കൃഷ്ണൻ്റെ ദാസൻ. അങ്ങനെ ദാസനാവാനല്ല. ഇവിടെ എന്നെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമയം അതിനൊക്കെ വേണ്ടി ചെലവഴിച്ചുകൊണ്ട് നോക്കൂ എത്ര കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്നറിയോ? നമ്മുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഈ ലോകത്തിൽ പലതും അറിയില്ല, പലർക്കും അറിയില്ല. സത്യത്തിൽ പലതും അറിയില്ല. ഈ ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യം പഠിച്ച് അതിനെക്കുറിച്ച് ഒന്ന് മീഡിയകളിലൂടെയൊക്കെ നമ്മളൊന്ന് പ്രചരിപ്പിച്ചാൽ അറ്റ്ലീസ്റ്റ് 10 പേർക്കൊരു വിവരം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലയോ? അങ്ങനെ നമ്മളെല്ലാവരും പരിശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ മാറ്റം വരുത്താൻ പറ്റുമോ? മാറ്റം വരുത്താൻ പറ്റുമോ? പറ്റണം. നമുക്ക് സാധിക്കും. സാധിക്കാത്തതൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പോയി. ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ്. വളരെ ഉൾഗ്രാമത്തിലാണ്. ഒരു ചെറുപ്പക്കാരൻ സ്വന്തം പ്രയത്നം, ഇപ്പം ശ്യാംജി അതുപോലെ സ്വന്തം പ്രയത്നത്തിലൊക്കെ ക്ഷേത്രം ഡെവലപ്പ് ചെയ്തവരാണ്. അവിടെ ഒരു ക്ഷേത്രം, ഒരു 6 കോടി, ഒരു കയ്യിലൊരു നയാ പൈസ ഇല്ലാത്ത മനുഷ്യൻ. ഞാൻ അവിടെ പോകാൻ കാരണം, ഞാൻ ജർമ്മനിയിൽ പോയ സമയത്ത് അവിടെ സത്സംഗത്തിന് പോയപ്പോൾ ഒരു വീട്ടിൽ ചെന്ന്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വാമിജി ഇങ്ങനെ കണ്ണൂരിലൊരു ക്ഷേത്രമുണ്ട്, സ്വാമിജി ഒന്ന് പോകണം, ഞങ്ങളൊക്കെ കുറച്ച് ഫണ്ട് കൊടുത്തിട്ടുണ്ട്, കാണേണ്ട ക്ഷേത്രമാണ്, സ്വാമിജി തീർച്ചയായിട്ടും പോകണം. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ഒരു ആൾ അദ്ദേഹത്തോട് സെക്രട്ടറി പറഞ്ഞു ദൈവം ഒന്ന് പോയി നോക്കണം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താണെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു സ്വാമിജിയുടെ ഒരു പ്രസൻസ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടണം, ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം അങ്ങനെ പോയി ഞാൻ. ആ ഒരു ഗ്രാമം മുഴുവൻ ഒരു മനുഷ്യൻ ഉണർത്തിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് അമ്മമാർ ആ ക്ഷേത്രത്തിൽ വന്ന് അവർ നാമജപവും. എന്തൊരു ബഹുമാനം തോന്നും നമുക്ക്. ഒരാൾ വിചാരിച്ചാൽ ഇത്രയും മാറ്റം വരുത്താന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ മൊത്തം വിചാരിച്ചാൽ എന്ത് മാറ്റം വരുത്തിക്കൂടാ? അത്രയൊന്നും നമ്മൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സ്വല്പമപ്യസ്യ ധർമ്മസ്യത്രായതേ മഹതോപയാൽ, ഒരു സൂര്യനെ പോലെ കത്തി ജ്വലിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റിയില്ലെങ്കിലും മെഴുകുതിരിയിട്ട് കത്താനോ? കത്തിക്കൂടെ? കണക്ക് തന്നെ. ഇപ്പോഴേ നമ്മൾ കത്തൽ കെട്ടി അടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളൊരു ചിന്തയുണ്ടാവരുത്. ഞാൻ എന്നെക്കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചിന്തിച്ചും പ്രവർത്തിച്ചും ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്നൊരു തീരുമാനമെടുക്കാൻ സാധിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങളുടെ കൂടെയാണ് ആര്? ഭഗവാൻ. നിൽക്കട്ടെ, നമുക്ക് കാപിലോപാഖ്യാനത്തിലേക്ക് വരാം. ഇപ്പം ഇവിടെ കപിലൻ, അദ്ദേഹത്തിൻ്റെ അമ്മയായിരുന്നു ദേവഹൂതി. അപ്പം ദേവഹൂതി മാതാവ് ഒറ്റപ്പെടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അമ്മ പറയാണ് പുത്രൻ ഗുരുതുല്യനാണ്. അപ്പം ആ ഗുരുവായിരിക്കുന്ന പുത്രൻ്റെ അടുത്ത് നിന്ന് കാൽക്കൽ വീണ്ടും പറഞ്ഞു ഉണ്ണി ഞാൻ ഒറ്റപ്പെടും, കാരണം പ്രായം പലതും എന്നെ ബാധിക്കും. എനിക്ക് തളരാതെ എൻ്റെ ജീവിതം ഒരിക്കലും
കരഞ്ഞ് തളർന്ന് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അപ്പം മരിക്കുന്നത് വരെ എൻ്റെ മനസ്സിനൊരു ശക്തിയും ഊർജവും ഉണർവൊക്കെ കിട്ടാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. അതിനെനിക്ക് അങ്ങയുടെ അറിവ് എനിക്ക് പകർന്നു തരണം. അപ്പോൾ കപിലൻ അമ്മയ്ക്ക് അതിൻ്റെ സീക്രട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാണ് മരിക്കുന്നത് വരെ നമ്മുടെ മനസ്സിൻ്റെ ഊർജം, ശക്തി, ആ ഒരു മനോബലം നിലനിർത്താൻ സാധിക്കുകയാണ്. അപ്പം അതിന് അമ്മയോട് പറയണു, ആദ്യം നമ്മളെ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മളിപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളൊരു വ്യക്തി എന്ന നിലയ്ക്കാണ്. കുറേ പരിമിതികളുള്ളൊരു വ്യക്തി. ഇപ്പം അമ്മയാണെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞോ മക്കളൊക്കെ ഒരു വഴിക്കായി, ഇപ്പം ഞാൻ പ്രായമായൊരു സ്ത്രീ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പം ആദ്യം നമ്മളെ മനസ്സിലാക്കേണ്ടത്, നമ്മളെന്ന് പറയുന്നത് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളുള്ളവരാണ്. ഇതൊരു സയൻസാണ്. അപ്പം നമ്മളിന്ന് മാറ്റർ ആൻഡ് എനർജി എന്ന് പറയുന്ന പോലെ സ്ഥൂലവും സൂക്ഷ്മവുമായ ഒരു ശക്തി ഉള്ള അല്ലെങ്കിൽ ശരീരമുള്ള വ്യക്തികളാണ്. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും, ദേഹവും ദേഹിയും. ഇപ്പം ദേഹം, ദേഹി, ഈ കാര്യം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. നമ്മളൊരു ദേഹമല്ല, നമ്മളൊരു ദേഹിയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തകളുടെ ഒരു സംഘാതമാണ് നമ്മൾ. ഈ ചിന്തകളില്ലെങ്കിൽ നമ്മളില്ല. നിങ്ങൾ നോക്കൂ, മനസ്സ് ഉണർന്നില്ലെങ്കിൽ ഈ ദേഹമുണ്ടായിട്ട് എന്താ കാര്യം? കോമയിൽ കിടക്കുന്നവന് ശരീരമുണ്ടായിട്ട് എന്താ കാര്യം? ആക്സിഡൻ്റൊക്കെ പറ്റി ഒട്ടും ബോധമുണരാതെ കിടക്കുന്നവരില്ലേ, അവർക്ക് ശരീരമുണ്ടായിട്ട് എന്താ കാര്യം? അപ്പം ഞാനെന്ന് പറയുന്നത് ദേഹമല്ല, ഞാനെന്ന് പറയുന്നത് ഒരു ദേഹിയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പം ഈ ദേഹി എന്ന് പറയുന്നത് കുറേ ചിന്തകളുടെ, അതിൽ നേരത്തെ പറഞ്ഞ അഹങ്കാരത്തിൻ്റെ ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു മിശ്രിതത്തെയാണ് എന്ത് പറയുക? ദേഹി എന്ന് പറയുക. അപ്പം ദേഹി എന്ന് പറയുന്നത് അഹങ്കാരമുണ്ട്, കുറേ സ്വഭാവമുണ്ട്, ശീലങ്ങളുണ്ട്, ഞാനെന്ന ഭാവങ്ങളുണ്ട്, ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, ഒക്കെ ചേർന്നൊരു സാധനമാണ് ഏത്? ഈ ദേഹി എന്ന് പറയുന്നത്. ഇതിൽ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ ചിന്തകളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും ഇതിന്നൊക്കെ നമുക്ക് പുറത്ത് കടക്കാനുള്ള അനന്ത കഴിവുള്ള ബോധശക്തി ഉണ്ട്. ഇപ്പം ഞാനെന്ന് പറയുന്ന ഈ ചിന്താ സംഘാതത്തെ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് അതിനെന്ത് വേണം? അമ്മയോട് പറയുന്നു, അമ്മയുടെ ശ്രദ്ധ അമ്മയൊന്ന് തിരിച്ചു കൊണ്ടുവരണം. എങ്ങോട്ടാണ് ഈ ശ്രദ്ധ തിരിക്കേണ്ടത്? അവിടെ ഭഗവാൻ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ പറയും, നമുക്ക് ആരാധനകൾ വേണം. ഈ വിഗ്രഹാരാധനയെക്കുറിച്ചൊക്കെ കപിലൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അർച്ചാദോ അർച്ചയേത്, ഒരു വിഗ്രഹത്തെ അമ്മേ അർച്ചിച്ചുകൊള്ളൂ, ഒരു വിഗ്രഹത്തെ ആരാധിച്ചുകൊള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് വിഗ്രഹാരാധന? ഞാനും നിങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്നവരാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വിഗ്രഹാരാധന? എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഗ്രഹാരാധന നമ്മൾ ചെയ്യുന്നത്? അത് നമ്മളിൽ പലരും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കുന്നതെല്ലാം വിഗ്രഹമാണ്, ഒരു ദൈവം എന്നുള്ള രീതിയിൽ തൊഴുതു പോവുകയാണ്. അപ്പോൾ ആ വിഗ്രഹത്തെ നമ്മൾ ആരാധിക്കുന്നത്, അതിനെ ചൈതന്യമാക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ വിഗ്രഹത്തെ നമ്മളൊരു ഗുരുതുല്യം, ഒരു കണ്ണാടിയായിട്ടൊക്കെ കാണുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഗുരുവാണ് ശിവൻ്റെ രൂപത്തിലും കൃഷ്ണൻ്റെ രൂപത്തിലൊക്കെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതെന്ന് നമുക്കൊരു അറിവുണ്ടെങ്കിൽ, തത്വമസി, അമ്പലത്തിൽ പോയാൽ നമുക്കതാ ഓർമ്മയുണ്ടത്. ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എന്ത്? തത്വമസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ഇരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലാണ്. ഓർത്തോളൂ, ഹൃദയത്തിലാണ്, ഹൃദയത്തിലാണ്. ഏത് രൂപത്തിൽ? ഏത് രൂപത്തിൽ? അപ്പം അവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശ്രദ്ധയെ നമ്മൾ ഇപ്പം വിഗ്രഹം, നാമം ഇതിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത്, ഇതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സ്വഭാവങ്ങളും ചിന്തകളൊക്കെ വിട്ട് ഒരു ഭാഗത്ത് വെച്ച് നമ്മളെ ശ്രദ്ധ തിരിക്കുമ്പോൾ, ആ ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ് നമുക്ക് തന്നത് ആരാണ്? സ്വയം ചോദിക്കുക. ശരീരമാണോ, എൻ്റെ മനസ്സാണോ, അതോ ബോധമാണോ? ഏതൊരു ശക്തിയാണ് എനിക്ക് എൻ്റെ ശ്രദ്ധ തിരിക്കാൻ തന്നിരിക്കുന്നത്? ആ ശക്തി തന്നിരിക്കുന്ന ബോധം തന്നെയാണ് ഈശ്വരൻ, ഭഗവാൻ എന്ന് പറയുന്നത്. എൻ്റെ ശ്രദ്ധ തിരിക്കാൻ എനിക്ക് കഴിവ് തന്ന ആ ബോധം തന്നെയാണ് ആര്? യഥാർത്ഥത്തിലുള്ള ഭഗവാൻ. അപ്പം അങ്ങനെ ഭഗവാനെ ബോധരൂപത്തിൽ നിരന്തരം മനസ്സിലാക്കി കഴിഞ്ഞാൽ
ക്രമേണ മനസ്സിലാവും ബോധം തന്നെയാണ് ഈശ്വരൻ. നോക്കൂ, ഈശ്വരൻ ആത്മാവാണ് എന്ന് ഗുരുക്കന്മാർ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദിശങ്കരാചാര്യസ്വാമികൾ മനോഹരമായി എഴുതി വച്ചിരിക്കുകയാണ്, ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണ ഗുരുദേവൻ ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, ആഴണം വാഴണം നിൻ മഹസാമാഴിയിൽ, നിന്റെ ഉള്ളിലേക്ക് നീ ആഴണം വാഴണം. ആരോ പണ്ട് കുഞ്ഞുണ്ണി മാഷോട് ചോദിച്ചു അത്രേ, അദ്ദേഹത്തിൻ്റെ മരുമകൻ എവിടുന്നോ വന്നിട്ട് ചോദിച്ചു, അമ്മ എനിക്കൊന്ന് ഗുരുവായൂർ വരെ പോകണം, ഇവിടുന്ന് എത്ര ദൂരമുണ്ട്, തൃപ്രയാറിലാണ് അദ്ദേഹത്തിൻ്റെ വീടേ. അപ്പം അതിന് കുഞ്ഞുണ്ണി മാഷ് രസകരമായൊരു മറുപടി പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നിന്നിൽ നിന്ന് നിന്നിലേക്ക് എത്ര ദൂരമോ അത്ര ദൂരം എന്നാണ്. ചോദിച്ച പൊട്ടന് മനസ്സിലായില്ല, അതുകൊണ്ട് പിന്നെ കാര്യം ഉണ്ടായില്ല. നിന്നിൽ നിന്ന് നിന്നിലേക്ക് എത്ര ദൂരമോ, അതാണ് മഹാന്മാരുടെയൊക്കെ കാര്യം. രമണോഷയാലും ശരി, എല്ലാ ഗുരുക്കന്മാരായാലും ശരി, ഓർമ്മിപ്പിക്കുന്നത് ഈശ്വരൻ ആത്മരൂപത്തിൽ ഉള്ളിൽ പ്രകാശിക്കുന്നു. നാളെ നമ്മൾ പ്രഹ്ലാദൻ്റെ ചരിത്രം കാണുമ്പോൾ പ്രഹ്ലാദൻ പഠിപ്പിക്കുന്ന ഇതാണ്, യഥേഷ സർവഭൂതാനാം പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത് എന്നാണ്. എൻ്റെ ഉള്ളിൽ ഭഗവാൻ ആത്മരൂപത്തിൽ പ്രകാശിക്കുന്നു. അപ്പം ആ പ്രകാശത്തെ, ഈശ്വരപ്രകാശത്തെ ഒന്നുകൂടി ഉജ്ജ്വലിപ്പിക്കാൻ നമുക്ക് ക്ഷേത്രവും വിഗ്രഹങ്ങളും വേണം. അപ്പം നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളെ മുഖം ഒന്നുകൂടി പ്രകാശിപ്പിക്കും. ചെയ്യാറില്ല? കണ്ണാടിയിൽ നോക്കിയിട്ട് എങ്ങനെയാണ് മുഖം പ്രകാശിപ്പിക്കുക? അതിൻ്റെ കമ്പനിയുടെ പേരെനിക്കറിയില്ല. പണ്ടൊക്കെ കുട്ടിക്കൂറ, പിന്നെന്താണ്, ഇപ്പം എന്ത് കമ്പനിയാണെന്നറിയില്ല, ഇപ്പം നമ്മളൊക്കെ അത് വിട്ടുമല്ലോ. ഇപ്പം എന്താ പേര്? പോൺസ്. എന്തോ ആവട്ടെ, എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം, ഈ ആന്ധ്ര എന്നൊരു സാധനം വരും, അതിൻ്റെ പേര് ഫെയർ ആൻഡ് ലവ്ലി എന്ന്. അത് കേട്ടിട്ടുണ്ടാവില്ല പലരും, കേട്ടില്ലേ? അത് തേക്കാത്തവരാരും ഉണ്ടാവില്ല ഇവിടെ. ഇത് തേച്ചാൽ വെളുക്കുന്ന പലരും വിചാരിച്ചില്ല. പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല, അതിൻ്റെ കമ്പനിയുടെ ഡയറക്ടർ കറുത്ത് മെലിഞ്ഞിട്ടൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇതുവരെ വെളുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഉറപ്പാണല്ലോ ഈ സാധനം തേച്ചിട്ട് ഒരുത്തനും തേച്ചിട്ടില്ല. ഒരുത്തനിങ്ങനെ ഏതൊരു വൈദ്യരുടെ അടുത്തൊക്കെ ചെന്നിട്ട് ചോദിച്ചിട്ട് ഈ സാധനമൊക്കെ തേച്ചാൽ വെളുക്കുമെന്ന് പറഞ്ഞു. ഇവൻ 2 ദിവസം കഴിഞ്ഞിട്ട് വെളുക്കുന്നില്ല. അപ്പം ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ വെളുക്കുന്നൊക്കെ പറഞ്ഞു. എടോ, ഞാൻ പറഞ്ഞു നേരം വെളുക്കുന്നുള്ളതാണ്, അല്ല താൻ വെളുക്കുന്നെങ്ങനെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ എന്തായാലും കണ്ണാടി നോക്കി നമ്മളിങ്ങനെ വെളുപ്പിക്കും അല്ലേ മുഖത്തെ സൗന്ദര്യം. ഇതുപോലെ വിഗ്രഹം നോക്കി ഉള്ളിലെ ചൈതന്യത്തെ നമ്മൾ ഉണർത്തണം. കണ്ണാടിക്ക് മുഖത്തെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന പോലെ വിഗ്രഹത്തിന് ഉള്ളിൽ പ്രകാശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ ദർശനം കൊണ്ട് കാര്യവുമില്ല. അപ്പം അതിലേക്കാണ് അമ്മയോട് പറയുകയാണ്, അർച്ചാതോ അർച്ചയേത്, അമ്മ അർച്ചിക്കണം. യാവത് ഈശ്വരം മാം സ്വകർമ്മകത് യാവന്ന വേദസഹൃതി സർവഭൂതേഷവസ്ഥിതം. നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാലല്ലേ മറ്റുള്ളവരിലും ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇവിടെ തന്നെ ഉറപ്പില്ലാത്തവർക്ക് ഇനി അവിടെ ഉറപ്പുണ്ടാവുക. അറ്റ്ലീസ്റ്റ് ചോറ് വെന്ത് കഴിഞ്ഞാൽ ഒരു പറ്റ് വെന്തോന്ന് ഉറപ്പ് വരുത്തിയാലല്ലേ ബാക്കിയുള്ളതും വെന്തു എന്നുള്ള ഉറപ്പ് വരുത്തുക. ഇവിടെ തന്നെ ഉറപ്പില്ല, പിന്നെ എങ്ങനെയാണ് ഉറപ്പ് വരിക? ക്രമേണ നമുക്ക് ആ ദൈവീകതയിലേക്ക് ഉയരണം. അതിനെന്താണ് വഴി? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയോട് പറയുന്ന, അമ്മ ഈ സത്യത്തിലേക്ക് എത്തുന്നത് വരെ നിരന്തരമായ ചില അനുഷ്ഠാനം വേണം. അപ്പം 3 കാര്യങ്ങളെ നമുക്ക് മറികടക്കണം: തമോ ഗുണം, രജോ ഗുണം, സത്വ ഗുണം. തമോ ഗുണത്തെ മറികടക്കേണ്ടത് നമ്മുടെ നിരന്തരമായ അഭ്യാസം കൊണ്ട്, കൃത്യനിഷ്ഠ കൊണ്ടാണ്. കൃത്യനിഷ്ഠ ഇല്ലാതെ തമോ ഗുണം പോവില്ല അങ്ങോട്ട്. ഇരുട്ട് മാറണമെങ്കിൽ വെളിച്ചം കത്തിച്ച് വെക്കണ്ടേ? വേണ്ട, വെളിച്ചം വേണം. ഇതുപോലെ കൃത്യനിഷ്ഠ കൊണ്ട് വേണം ആരെ മാറ്റാൻ? തമോ ഗുണത്തെ മാറ്റാൻ. രണ്ടാമത്തെ രജോ ഗുണം, ഉപാസനാദി സംസ്കാരം, ജപം പോലുള്ള കാര്യങ്ങൾ. സത്വഗുണം അത് കുറേയും കൂടി ഉന്നതമാവണമെങ്കിൽ, സമചിത്തമാവണമെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സമ്പത്തിനെ, ആത്മീയ സമ്പത്തിനെ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ ഒരു സമൃദ്ധമായ സന്തോഷത്തിൻ്റെ, ഒരു ഉത്സാഹത്തിൻ്റെ ജീവിതം നയിക്കണ്ടേ? അനുഗ്രഹീതമാവണ്ടേ? എന്തായാലും ധന്യരായിട്ട് മരിക്കണം. നമ്മുടെ പൂർവികരൊക്കെ അങ്ങനെയായിരുന്നു. ധന്യോസ്മി കൃതകൃത്യോസ്മി എന്ന് പറഞ്ഞ് മരിച്ചുപോയി. ഇന്നാണെങ്കിലോ മൂക്കിലും വാക്കിലും ഒക്കെ ട്യൂബിട്ടിട്ട്
പൂർണ്ണമിതം എന്ന് പറഞ്ഞ പോലെ ട്യൂബ് മിതം ഒക്കെ ട്യൂബ് കണ്ടിട്ട് അവസാനം ട്യൂബിൽ അവശേഷിച്ചത്. കംപ്ലീറ്റ് മേലോട്ട് നോക്കുമ്പോൾ ഒക്കെ കുപ്പികളാണ്, ബോട്ടിലാണ്. അടുത്ത ജന്മം പിന്നെ ആദ്യം വരണം ഈ കുപ്പി പിടിക്കാനായിട്ട്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജന്മം ഇപ്പോൾ ഈ കുപ്പിയുടെ പിന്നാലെ പോകുന്ന കുറേ ഉണ്ടല്ലോ വൈകുന്നേരം. ഇതൊക്കെ കഴിഞ്ഞ ജന്മം അങ്ങനെ മരിച്ചവരാണ് തോന്നുന്നു. ഈ കുപ്പി കണ്ട് മരിച്ചിട്ട് അവൻ ഇവിടെ ഈ ജന്മം വന്നപ്പോൾ കുപ്പി ഓർമ്മ ഉള്ളൂ അവന്. ഇപ്പോൾ വൈകുന്നേരമായി അവൻ ഓടുകയാണ് പ്രാണനും വിട്ടുകൊണ്ട്. എങ്ങോട്ട്? ഈ കുപ്പി മേടിക്കാൻ വേണ്ടിയിട്ട്. എന്തൊരു കഷ്ടം നോക്കൂ നിങ്ങൾ. അത് ഹിന്ദുക്കളാണ് അതിനിരകളാവുന്നത്. ഒരു കാലം വരണം നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ആത്മീയമായ ഭജന കൊണ്ടും നാമജപം കൊണ്ടും സങ്കീർത്തനം കൊണ്ടൊക്കെ ധന്യമാകുന്നൊരു കാലം വരണം. അതിന് കൂട്ടായ പരിശ്രമം കൊണ്ട് സാധിക്കും. മനസ്സിലായി? കർമ്മം ഒരുമിച്ച് ചെയ്യുമ്പോൾ, നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു സ്ഥലത്ത് അഭിവൃദ്ധിയും അഭ്യുന്നതിയും വരും. അതുകൊണ്ടാണ് അതിനെ യജ്ഞം എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മഹത്തായ യജ്ഞമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിന് ഒരു ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്.